അപ്പോൾ എല്ലാവർക്കും യworkൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഈ ഒരു ഗ്ലോബാണ്. ഈ ഒരു ഗ്ലോബിനെ പറ്റിയുള്ള റിവ്യൂ ആണ്. ഇത് ബിഗ് ഡിപ്പർ എന്ന് പറയുന്ന കമ്പനിയുടെ L001 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ ഒരു ഗ്ലോബിൻ്റെ മോഡൽ നമ്പർ. ഇത് കമ്പനിയുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് 3 വാട്ടിൻ്റെ 6 പീസ് LEDs ആണ് നമുക്ക് ഈ ഒരു ഗ്ലോബിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്ലഗ് ചെയ്ത് ഇതിൻ്റെ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെൻറ്റിലേഷന് വേണ്ടിയിട്ട് കുറച്ച് എയർ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഫാനാണ്, ഉള്ളിലുള്ള ഹീറ്റ് കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോകാനുള്ള ഫാൻ കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള പരിപാടിക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമാണ്. എങ്കിൽ കൂടെ ചെറിയ ചെറിയ വർക്കുകൾക്കൊക്കെ അത്യാവശ്യം നമുക്ക് ഈ ഒരു ഗ്ലോബ് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്, പ്രശ്നമില്ല. ഇനി ഇതാണ് ഇതിൻ്റെ മോഡ്, അതായത് ഇതിൻ്റെ പാനൽ, കൺട്രോൾ പാനൽ ഇതാണ്. ഇവിടെ ഒരു മൈക്രോഫോണിൻ്റെ സ്ലോട്ട് ഉണ്ട്. ഇതിൽ ഇൻബിൽഡ് ആയിട്ടുള്ള മൈക്രോഫോൺ നമ്മൾ കൊടുക്കുന്ന പൾസിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു സ്ലോട്ടാണ്, ഒരു ഗ്യാപ്പ്, ജസ്റ്റ് ആ ഒരു സൗണ്ട് ഉള്ളിലോട്ട് പോകാൻ. ഇനി നമുക്കിതിൻ്റെ മെനൂസ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ A31 എന്ന് പറയുന്ന ഈ മോഡലിൽ ഇതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇതിൽ അപ്പ് ഡൗൺ എന്നുള്ള ബട്ടൺ ഉണ്ട്. അപ്പ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഈ ഒരു ടൈമിങ്ങിൻ്റെ സ്പീഡ് വേരി ആവുന്നത് കാണാം. ഇപ്പോൾ ഇൻക്രീസ് ആവുന്നതനുസരിച്ച് ടൈം വേരി ആവുന്നത് കണ്ടില്ലേ. 9 വരെ സ്പീഡാണ് ഇതിലുള്ളത്. 9 സ്പീഡ് ഇടുമ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ നമുക്ക് കിട്ടും. ഇനി A3 മാറ്റി അടുത്ത മോഡിലോട്ട് പോകുമ്പോൾ A7 അങ്ങനെയുള്ള മോഡിലൊക്കെ ആകുമ്പോൾ വേറെ ഇത് വരും. പിന്നെ ഈ S12 എന്ന് പറയുന്ന മോഡൽ സൗണ്ടിൻ്റെ ഡിറ്റക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ളതാണ്. കണ്ടില്ലേ, ഓരോ പൾസ് അതിന് കിട്ടും തോറും ഡിസൈൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് മെനു മാറ്റണതിനനുസരിച്ച് ഈ S എന്ന് തുടങ്ങുന്നതെല്ലാം സൗണ്ടിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു മെനു മാറ്റുന്നതനുസരിച്ച് അവിടെയുള്ള ഡിസൈന് കാര്യങ്ങളൊക്കെ മാറ്റം വരുന്നതാണ്. ഇത് ജസ്റ്റ് നമുക്ക് കയ്യിൽ കിട്ടിയാൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് പിന്നെ ഓട്ടോമാറ്റിക് മോഡ് A19 എന്ന് പറഞ്ഞത്, ഇതെല്ലാം ഓട്ടോമാറ്റിക് മോഡാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായി പറയണമെന്ന് എനിക്ക് തോന്നിയില്ല, സൗണ്ടിൻ്റെ മോഡ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൽ, അതായത് ഈ ഒരു ബിഗ് ഡിപ്പറിൻ്റെ ഈ ഒരു ഗ്ലോബിൻ്റെ മോഡലിൽ ഈ ഒരു ഫംഗ്ഷനാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എൻ്റർ എന്നുള്ളൊരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഡിസ്പ്ലേ ഒന്ന് ബ്ലിങ്ക് ആവും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലോബിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 90 മുതൽ 240 വോൾട്ട് വരെയാണ് AC. പിന്നെ ഇതിന് DMX ഇന്നും ഔട്ടും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിൽ നമുക്ക് DMXൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് DMXൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഇതിന് മെനുവിൽ A001 എന്ന് പറഞ്ഞ മോഡാണ് സെലക്ട് ചെയ്യേണ്ടത്. A001 നമുക്ക് അഡ്രസ്സ് ചെയ്ത് 512 അഡ്രസ്സ് വരെ, നമുക്ക് 512 വരെ അഡ്രസ്സ് ചെയ്ത് കൊടുക്കാം, പ്രശ്നമില്ല. ജസ്റ്റ് എന്നിട്ട് ഒക്കെ അഡ്രസ്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ എൻ്റർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഡിസ്പ്ലേ ഒരു ബ്ലിങ്ക് ആവും. അപ്പോഴാണ് ആ ഒരു കൺഫേം ആവുക. പിന്നെ അതേപോലെ തന്നെ ഇതിന് ബാക്ക് ഭാഗം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇവിടെ ചെറിയൊരു വൈറ്റ് കളർ ഒരു മീറ്റർ പോലെ, അതായത് പൊട്ടൻഷ്യോമീറ്ററാണിത്, അതായത് നമ്മുടെ വോളിയം കൺട്രോൾ പോലത്തെ ചെറിയ സാധനം. ഇത് നമുക്ക് മൈക്രോഫോണിൻ്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, അതായത് ഇതിൽ കൊടുക്കുന്ന പൾസുകളുണ്ടല്ലോ, അതായത് ഇത് സൗണ്ട് മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ പൾസുകൾ നമുക്ക് കറക്റ്റ് എത്ര ലെവലിൽ വരുമ്പോൾ, എത്ര ലൗഡിൽ വരുമ്പോൾ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു പൊട്ടൻഷ്യോമീറ്റർ, അതായത് വേരിയബിൾ റെസിസ്റ്ററാണിത്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കതിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്ലോബ് അധികമൊന്നും പറയാനില്ല, എങ്കിൽ കൂടെ ഇത് കണ്ടപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഗ്ലോബ് ജസ്റ്റ് ഒന്ന് തുറന്ന് ഇതിനകത്തുള്ള മെക്കാനിസം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളിതിൻ്റെ തുറന്നു വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ DMX ഇൻപുട്ടും ഔട്ട്പുട്ടിൻ്റെയും കണക്ടേഴ്സ്. പിന്നെ ഇത് അതിൻ്റെ SMPS സെക്ഷനാണ്. AC സപ്ലൈനെ നേരെ DCയിലേക്ക് കൺവേർട്ട് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള നമ്മുടെ SMPSൻ്റെ സെക്ഷൻ. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഈ ഒരു മദർ ബോർഡോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. അതായത് ഇവിടെയാണ് ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇതാണ്
നമ്മുടെ ആ ഒരു ലാമ്പിൻ്റെ, അതായത് ഇതിൻ്റെ LEDസിൻ്റെ മോഡ്യൂള്. അപ്പോൾ ഞാൻ പറഞ്ഞു 3 വാട്ടിൻ്റെ 6 എണ്ണമാണ് ഇതിലുള്ളതെന്ന്. ഇത് ഒരു 3 വാട്ടിൻ്റെ LED വെച്ച് ഇതിൽ മൊത്തം 6 LEDകളാണ് ഇതിൽ നമുക്കുള്ളത്. പിന്നെ ഇതിനടിയിലായിട്ട് നമുക്കൊരു സ്റ്റെപ്പർ മോട്ടർ അവൈലബിൾ ആണ്. അതായത് സ്റ്റെപ്പർ മോട്ടർ അതിൻ്റെ ആംഗിൾ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് സ്റ്റെപ്പർ മോട്ടർ ഇവിടെ ഒരു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മെക്കാനിസമാണ് ഇതിനകത്ത് കാണാൻ സാധിക്കും. കാരണം ഈ സ്റ്റെപ്പർ മോട്ടറെല്ലാം നമ്മൾ ഷാർപ്പീസിൽ, അതായത് മൂവിങ് ഹെഡിൽ കാര്യങ്ങളെല്ലാം കണ്ടുവരുന്നതാണ് ഈ ഒരു സ്റ്റെപ്പർ മോട്ടർ. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു റൊട്ടേഷനും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് അതിൻ്റെ കൂളിംഗ് ഫാനിൻ്റെ സെക്ഷനാണ് നമ്മളിത് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയാൽ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഫങ്ഷൻസ്. ഇതിപ്പോൾ റെഡും ബ്ലൂവും വന്നു. അതിൻ്റെ ടൈമിംഗ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സെക്ഷനാണ്. ഇനി നമുക്ക് ഗ്രീനും അതേപോലെ തന്നെ മജന്തയും വന്നു. അടുത്തത് റോസും വൈറ്റും അതേപോലെ തന്നെ ഓറഞ്ചാണ് ഇതിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇത്രയൊക്കെ മെക്കാനിസം ഇതിനകത്ത് കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദവും ഇൻഫർമേറ്റീവുമായി എന്ന് വിചാരിക്കുന്നു.